സാർ, ഈ ചില കുട്ടികളൊക്കെ ഓരോ കളിപ്പാട്ടങ്ങൾക്കൊക്കെ വേണ്ടി വാശി പിടിക്കുമ്പം പേരൻസ് ഓരോന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ചൊക്കെ നമ്മൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റാറുണ്ട്. ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം കെ സുധാകരൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ഹൈക്കമാൻഡ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ എനിക്ക് കുറച്ചുകൂടി മറ്റു പദവികളൊക്കെ തരാമെന്നുള്ളത്. ഒരു അനുനയം തന്നെയല്ലേ നടത്തിയത്? ഇതിനകത്ത് കോൺഗ്രസ്സിന് പറ്റിയ ഒരു വലിയ വീഴ്ചയാണ്. അതായത് സുധാകരനെ വളരെ തിടുക്കപ്പെട്ട് ആ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത്. 2 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് കേരളം. ഒന്ന് തദ്ദേശം, മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ വേളയിലാണ് മാറ്റിയത്. ഒരു കാര്യം മനസ്സിലാക്കണം, LDF തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3ാം വട്ടവും തുടർഭരണം പിണറായി വിജയൻ തന്നെ നയിക്കും. ഈ പിണറായി വിജയനെ എതിരിടാൻ തക്കവണ്ണം അത്തരത്തിലുള്ള ശേഷിയുള്ളത് കോൺഗ്രസിൽ കെ സുധാകരന് മാത്രമേ ഉള്ളൂ. കടുത്ത പിണറായി നിലപാടെടുക്കുന്ന ഒരാളാണ്, പിണറായി വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരാളാണ് സുധാകരൻ. കണ്ണൂരിൽ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് സുധാകരന് മാത്രമേ ഉള്ളൂ. സുധാകരന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പിണറായിയുടെ തുടർഭരണം തടയുന്നതിന് ഞാൻ നേതൃത്വം കൊടുക്കുന്ന, ഞാൻ പട നയിക്കുന്ന ഒരു സ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്ന്. അതാണ് ഈ ഹൈക്കമാൻഡ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിന്നുള്ള പാരവയ്പ്പാണ്, കേരളത്തിൽ നിന്നുള്ള. സുധാകരനെ ഡൽഹി വിളിപ്പിച്ചിട്ട് KC വേണുഗോപാൽ പറഞ്ഞല്ലോ, 4 ഇടങ്ങളിൽ നിന്ന് ഇതുപോലെ 6 PCC പ്രസിഡന്റുമാരെ മാറ്റി. അതിൽ ഇനി ഇപ്പോൾ കേരളത്തിലെ PCC പ്രസിഡന്റിനെയും കൂടി മാറ്റുകയാണ്. അത് നമുക്കൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പോകാം. വരുന്ന ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. സുധാകരന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകാൻ അങ്ങനെ ഒരു വ്യവസ്ഥയിലാണെന്ന് കെ സുധാകരൻ മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് കോൺഗ്രസിന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ LDFിൽ പിണറായി വിജയൻ പട നയിക്കാൻ ഒരുക്കിക്കഴിഞ്ഞു. പിണറായി വിജയനെ തന്നെയാണ് 3ാം വട്ടവും തയ്യാറെടുത്ത് നിർത്തിയിരിക്കുന്നത്. പിണറായിക്ക് വയസ്സ് 80ആയി, ഇളവനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരാളെ ആരോഗ്യ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കുറേ കോൺഗ്രസിലെ പുങ്കവന്മാരെല്ലാവരും കൂടി ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ച് സുധാകരനെ പുറത്ത് ചാടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പിണറായിയുടെ കാര്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പിണറായിക്ക് ഒരു നേതൃത്വം എങ്ങനെയാണ്, ഈ ബാക്കിയുള്ള അണികളെ എങ്ങനെ നിലനിർത്തണം, എങ്ങനെ നിർത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള അറിയാം. പക്ഷെ ഇവിടെ സുധാകരന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്ത് വന്നാലും അപ്പോൾ തന്നെ ഈ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ടെന്ന് കുറച്ചുകൂടി ഒന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഈ തുറന്നടിക്കുന്ന ഈ സ്വഭാവം മറ്റുള്ള അണികൾ ഇദ്ദേഹത്തിന് എത്രമാത്രം അനുസരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പിണറായിക്ക് ഒപ്പം തന്നെ നിൽക്കേണ്ടുന്ന ഒരു എതിർഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാള് എന്ന് സാറ് പറയുമ്പോഴും, പക്ഷേ ഇത്തരത്തിൽ അണികളെ ഒന്ന് ഒത്തൊരുമിപ്പിച്ച് നിർത്താൻ പോലും സാധിക്കാതെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സുധാകരൻ അണികൾ ധാരാളമുണ്ട്. ആ അണികൾ ഇപ്പോൾ വലിയ അമർഷത്തിലും പ്രതിഷേധത്തിലുമാണ് സുധാകരനെ ഇങ്ങനെ തിടുക്കത്തിൽ മാറ്റിയതിൻ്റെ പേരിൽ. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എനിക്കിരിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് പിണറായിയെ നേരിടണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴും മറ്റു പലരും കോൺഗ്രസ്സിലുള്ളവരെ CPMകാരുമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയും കോംപ്രമൈസിന് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. സുധാകരൻ പോകില്ല. സുധാകരനും പിണറായി വിജയൻ എതിർവശത്തു നിന്ന് വരുന്നതുകൊണ്ട് സുധാകരൻ ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും മുഖാമുഖം നോക്കത്തില്ല അവരെ. അല്ല, അധ്യക്ഷ സ്ഥാനത്ത് മാറിയപ്പോഴും അദ്ദേഹം പറഞ്ഞു പരമാവധി ശക്തമായിട്ട് ഞാൻ ഇതില് നിൽക്കും എന്നുള്ള. ഇപ്പോഴും പറയുന്നുണ്ട് സുധാകരൻ, ഞാൻ നിൽക്കും, ഞാൻ പിണറായിക്കെതിരായിട്ട്, ഞാൻ കണ്ണൂരിൽ നല്ല കേരളം മുഴുവൻ പിണറായിക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കും, പിണറായിയെ 3ാമത് കൊണ്ടുവരാൻ അനുവദിക്കത്തില്ല എന്ന് അതിശക്തമായ പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ അലതല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കെ സുധാകരൻ ഇത്തരത്തിൽ ഇത് ശക്തമായിട്ട് പറയുന്നത്. സുധാകരൻ തന്നെ പറയുന്നുണ്ട്, CPMകാരെ
എൻ്റെ കാർ 11 തവണ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ 3 തവണ ഞാൻ അവരുടെ ബോംബേറിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. എനിക്കിവരോട് പകരം വീട്ടി അടങ്ങുകയുള്ളൂ. ഇതിന് പിണറായിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയവും വാശിയും തൻ്റെ ഇടവും നട്ടലിന് ഉറപ്പുള്ള ഇത്തരത്തിലുള്ള വർത്തമാനവും കോൺഗ്രസിൽ നിന്ന് വേറെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇത് KC വേണുഗോപാൽ എല്ലാം കൂടി കളിച്ച കളിയാണെന്ന്. ഇത് ഇപ്പൊ KPCC ഒഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും വിവിധ പദവികൾ നൽകാവുന്ന ഉറപ്പിലാണ്. ആ ഉറപ്പ് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാം. മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അപ്പോൾ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളില്ലേ? ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് സുധാകരനെ മാറ്റിയിരിക്കുന്നത്. പിണറായിക്ക് ആരോഗ്യ പ്രശ്നമില്ലേ? പിണറായിക്ക് നമ്മുടെ ഒരു അറിവില് അദ്ദേഹത്തിന് പോസ്റ്റ്രേറ്റ് ക്യാൻസർ ആണ്. അത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിലും ഒക്കെ പോയി. അതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനും ഉണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നില്ലേ? ഒരു വലിയ ഒരു സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, ഒരു പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഏകഛത്രാധിപതിയായിട്ട് നിൽക്കുന്നോ ഇല്ലയോ അത് വേറെ കാര്യം, അത് ആ പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഏകാധിപതിയായിട്ട് പോലും അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നല്ലോ. ഇവിടെ എന്താണ് പിന്നെ ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം? ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ പ്രായമായത് എന്തോ ഒരു കുറ്റമായിട്ടാണ് ഇത് പലരും എടുത്തിരിക്കുന്നത്. സുധാകരനെ ഇത് മാറ്റിയത് പിന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഇത്തരത്തിലുള്ള അബദ്ധം പറ്റിയിട്ടുണ്ട്. പഞ്ചാബിൽ ഇവർ എല്ലാം തകർന്നടിഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയെ അവസാന നിമിഷം അവർ മാറ്റി. അതുകൊണ്ടാണ് തന്നെ അവിടെ അവർക്ക് 8 നിലയിൽ പൊട്ടി. അവിടെ ആദ്മി ആണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുഴപ്പം സംഭവിക്കാൻ പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞ് വേഗം ഈ ക്രൈസ്തവ വോട്ടുകളെല്ലാം ഇനി കൂടെ വരും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. സണ്ണി ജോസഫിനെതിരെയും പടയൊരുക്കം ഉണ്ട് പാർട്ടിയിൽ. അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പൊ സുധാകരനെ നയിക്കാനായിട്ട് കടുത്ത പിണറായി വിരുദ്ധ നിലപാടെടുത്തു പോകുന്ന സുധാകരനെ നയിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കണം. പിണറായിയെ ഇറക്കാൻ കോൺഗ്രസിന് വലിയ താല്പര്യമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഇതിനകത്ത് കിടന്ന് കലഹിക്കുക, അവരുടെ ഒരു നേതാവിനെ തകർത്ത് പാര വെച്ചിറക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ KC വേണുഗോപാല് അധ്യക്ഷ പദവി ഒഴിയണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടത് KC വേണുഗോപാലാണെന്നാണ് സുധാകരൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയാക്കുമ്പോൾ അടുത്ത തവണ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതും കൂടെ നമുക്ക് ബ്രാക്കറ്റിൽ പറയണം. വരുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇപ്പോഴത്തെ പോക്ക് കണ്ടിടത്തോളം വരാനുള്ള സാധ്യത കാണുന്നില്ല. വരുമ്പോൾ പ്രത്യേക ഇളവ് നൽകുമെന്ന്. ആ ഇളവ് എന്താ? ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിന് നൽകിയാൽ എന്തായിരുന്നു കുഴപ്പം? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവർക്കൊരു വലിയ മൈലേജ് തന്നെ മുമ്പോട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നുള്ള. കോൺഗ്രസിന് എപ്പോഴും അബദ്ധമേ പറ്റിയിട്ടുള്ളൂ. അബദ്ധങ്ങളുടെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തുടർച്ചയായി മൂന്നാം വട്ടവും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാവുന്നതാണ്. ഇനി 2026 ഇവർ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോവുകയാണെങ്കിൽ നാണം കെട്ടിട്ടുള്ള രീതിയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതായത് ഇപ്പോഴുള്ള സീറ്റ് പോലും ഇവർക്ക് കാണത്തില്ല, താഴേക്ക് പോകും എന്നുള്ളതാണ്. കാരണം BJP ഇവിടെ സീറ്റ് പിടിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കേരള കൗമുദിയിൽ K മുരളീധരൻ നൽകിയിരിക്കുന്ന അഭിമുഖമുണ്ട്. അതിനകത്ത് കോൺഗ്രസിലെ മുരളീധരൻ അതിനകത്ത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, BJP കേരളത്തിൽ ഇടം പിടിക്കുകയാണ്. അതിശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം നൽകിയ വാക്കുകൾക്കിടയിലൂടെ തന്നെ പോകണം. അപ്പോൾ കോൺഗ്രസിന്റെ ഗതി എന്തായി മാറും? താഴേക്ക് പോകും എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ്സുകാർ തന്നെ വളം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. പിണറായിയെ ഇറക്കാൻ അവർക്കൊട്ട് താല്പര്യവുമില്ല.